പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ആഴ്ചഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. വീട് പണി ആരംഭിക്കും, വ്യാപാര രംഗത്തെ തടസ്സം മാറും, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും, ഭക്ഷണത്തിലെ അപാകതകളാൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും, ഗൃഹനിർമ്മാണം ആരംഭിക്കും, വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അനാവശ്യ ചിന്തകളാൽ നിദ്രാഭംഗം നേരിടും. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും. കലാകായിക രംഗത്ത് മന്ദഗതി അനുഭവപ്പെടും. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കും, പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും, പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടും, വീട് പുതുക്കിപ്പണിയുവാൻ കഴിയും, എഴുത്തുകാർക്ക് അംഗീകാരം ലഭിക്കും, നാഡീസംബന്ധമായ അസുഖങ്ങൾക്കിടയുണ്ട്. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. തീർത്ഥയാത്രയ്ക്ക് അവസരം ലഭിക്കും, സന്താനങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനാകും, ഭൂമി കൈവശം വന്നു ചേരും, നറുക്കെടുപ്പിൽ വിജയിക്കും, ബന്ധു വിയോഗം കാണുന്നുണ്ട്. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഉന്നതരായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കും, സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടും, വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും, വ്യവഹാരങ്ങളിൽ അപ്രതീക്ഷിത തോൽവിക്ക് സാധ്യത, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ഞായറാഴ്ചയാണ്. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. കുടുംബത്തിൽ സ്വസ്ഥത, സമാധാനം എന്നിവ ഉണ്ടാകും, ആരോഗ്യം തൃപ്തികരമായിരിക്കും, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനാകും, കലാകായിക രംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും, നിസ്സാര തടസ്സങ്ങളാൽ കരാർ ജോലികൾ ലഭിക്കാതെ വരും. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും, IT രംഗത്തുള്ളവർക്ക് നേട്ടം, കൃഷിയിൽ നിന്നും ലാഭം ഉണ്ടാകും, പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണ മാറും, പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും, സന്ധികൾക്കും ഉദരത്തിനും ചില രോഗാവസ്ഥകൾ കാണുന്നു. ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സേവന സാമർഥ്യത്താൽ കാര്യവിജയം ഉണ്ടാകും, സന്താനങ്ങളുടെ സംരക്ഷണവും സ്നേഹാദരങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും, വ്യാപാരങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് അഭികാമ്യമല്ല, ജോലിയിൽ മാറ്റം കാണുന്നു. ശനിയാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. ജോലിക്ക് സാധ്യത കാണുന്നുണ്ട്, കേസുകളിൽ വിജയിക്കും, കലാപഠനത്തിന് അവസരം ലഭിക്കും, ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം, കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കുകയില്ല, ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. തിങ്കളാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. അലസത വിട്ടു പ്രവർത്തിക്കും, അധ്യാപകർക്ക് അംഗീകാരം ലഭിക്കും, മറ്റുള്ളവരുടെ ചുമതലകൾ ഏറ്റെടുക്കും, സഹോദരങ്ങളുമായി അകന്നു നിൽക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് അപഖ്യാതി നേരിടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ജീവിത സാഹചര്യം മെച്ചപ്പെടും, ഭൂമി വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്, സർക്കാർ നിലപാടുകൾ അനുകൂലമാകുവാൻ പ്രയത്നിക്കേണ്ടി വരും, ദുശീലങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഉന്നത നിലയിലുള്ളവരുമായി സൗഹൃദത്തിലേർപ്പെടും, അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും, സാമ്പത്തിക രംഗത്ത് മാന്ദ്യത അനുഭവപ്പെടാം, വിദേശയാത്രയ്ക്ക് അനുകൂല സാഹചര്യമല്ല. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഉദ്യോഗലബ്ധിക്ക് സാധ്യത കാണുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധിക്കുക, അശ്രദ്ധ കൊണ്ട് കൈപ്പിഴകൾ ഉണ്ടാകുവാനിടയുണ്ട്, ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരും. തിങ്കളാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ഉറ്റ സുഹൃത്തുക്കളുമായുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങും, എഴുത്തുകാർക്ക് ബഹുമതികൾ ലഭിക്കും, പുതിയ വാഹനം വാങ്ങും, മക്കളുടെ കാര്യങ്ങൾ മംഗളമായി നടത്തുവാൻ സാധിക്കും, കർമ്മരംഗത്ത് നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കുകയില്ല. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും, തന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുവാൻ ഇടവരും, വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കും, ഗൃഹനിർമ്മാണം ആരംഭിക്കും, വ്യവഹാരങ്ങളിൽ അപ്രതീക്ഷിത പരാജയത്തിന് സാധ്യത. ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്.
പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. ധനസ്ഥിതി മെച്ചപ്പെടും. കാർഷിക വിളകളിൽ നിന്നും ലാഭം ഉണ്ടാകും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ച് പണം നിക്ഷേപിക്കുക. ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി ഉള്ള മന്ദത നേരിടും. വളർത്തുമൃഗങ്ങളിൽ നിന്നും അപായം സംഭവിക്കുവാൻ ഇടയുണ്ട്. ശനിയാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അനുകൂലാവസ്ഥയിൽ വന്നു ചേരും. വിദേശത്ത് പോകുവാൻ അനുകൂലമായ സമയമാണ്. കായിക രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാകും. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് പുരാണ നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടും. സത്കർമ്മങ്ങൾ ചെയ്യും. ആപത്തുകളിൽ നിന്നും കരകയറും. കർമ്മരംഗത്ത് ഉയർച്ച. നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം. ബന്ധുക്കളിൽ നിന്നും വിയോഗം. മധ്യവയസ്സുകാർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവത്തിൽ വരും. ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ധനസ്ഥിതിയിൽ വർധനവുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ലഭിക്കും. പഠനകാര്യങ്ങൾ എളുപ്പമാകും. പുതിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. കൂലിത്തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച പുരോഗതി കാണുന്നില്ല. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. മുടങ്ങിക്കിടന്ന വിവാഹബന്ധം നടക്കും. ചികിത്സ വഴി സന്താന ലബ്ധിക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നുണ്ട്. പൂർവീയ കുടുംബ ഗൃഹം പൊളിക്കുന്നതിനുള്ള പ്രേരണയുണ്ടാകും. കഫജന്യ രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതയുള്ളതിനാൽ ചികിത്സ തേടേണ്ടി വരും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ബന്ധുക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഭൂമി വിൽപ്പന നടക്കും. പുരോഗമനപരമായ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കും. വിദേശയാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ധനമിടപാടുകളിൽ നഷ്ടത്തിന് സാധ്യത. ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. പുതിയ വ്യവസായം തുടങ്ങും. പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. മിലിറ്ററി, പോലീസ് സേനകളിലുള്ളവർക്ക് പ്രൊമോഷന് സാധ്യത. ഉദരരോഗം, കരൾ രോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ബുധനാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകും. വിദേശത്ത് പോകുവാൻ അനുകൂല സമയമാണ്. സന്താനയോഗം ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മനസ്സറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പഴി കേൾക്കേണ്ടി വരും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്ത ഉത്രട്ട നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ പലതും നിറവേറും. പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകും. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും. ധനപരമായ ഏതു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധിച്ചു വേണം. ഊഹക്കച്ചവടത്തിൽ നഷ്ടസാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അവസാനമായി രേവ നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ കാലമാണ്. സിനിമ, സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും മുതിർന്നവർക്ക് ചില നീരസങ്ങൾ നേരിടേണ്ടി വരും. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.